പ്രിയപ്പെട്ട കുട്ടികളെ, കേന്ദ്ര ഗവൺമെന്റ് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കായി നടത്തുന്ന സ്കോളർഷിപ്പ് എക്സാമാണ് NMMS എക്സാം. ഇപ്പോൾ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള സമയം എത്തിയിരിക്കുന്നു. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ എക്സാം നടക്കും. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇത് 2 പേപ്പറായിട്ടാണ് നടക്കുന്നത്. ഒന്ന് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ്, മാറ്റ് എന്ന് പറഞ്ഞിട്ടും, അത് രണ്ടാമത് സാറ്റ്, അതായത് 7-8 ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കുകളെ അടിസ്ഥാനമാക്കിയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. NMMS എക്സാമിന് അപ്ലൈ ചെയ്ത കുട്ടികൾക്കായി ഞങ്ങൾ സക്സസ് സൂത്ര എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൽ ഇൻക്ലൂഡ് വരുന്ന തരത്തിലായിരിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കാം. ഇന്ന് ഞാൻ ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റായ മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കണ്ടന്റുമാണ് ഇവിടെ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഫിസിക്സിലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, അതിനു മുന്നേ നടന്ന എല്ലാ മൾട്ടിപ്പിൾ ചോയ്സ് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ നിങ്ങൾക്കായി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കണ്ട് അതിന് താഴെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക. ഫസ്റ്റ് ചാപ്റ്ററാണ് മെഷർമെൻറ്റ് ആൻഡ് യൂണിറ്റ്സ്. അതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് അല്ലേ. ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താണ്? ഒരു ലെങ്ത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മീറ്റർ ആണ്. ഓക്കെ, ആ മീറ്ററിൻ്റെ സ്മോളർ യൂണിറ്റ് ആണ് സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, അതുപോലെ നാനോമീറ്റർ ഒക്കെ വരുന്നത്. അതിനേക്കാളും വലിയ യൂണിറ്റ് ആണ് എന്ത്? കിലോമീറ്റർ. പിന്നെ ആസ്ട്രോണോമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയർ ഒക്കെ വരും. അത് രണ്ടും യൂസ് ചെയ്യുന്നത് പ്ലാനറ്റിൻ്റെയും സ്റ്റാർസിൻ്റെയും ഒക്കെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ്. ക്ലിയർ? ഇനി നമ്മൾ ഇതിൻ്റെ കൺവേർഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എക്സാമിനായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ അത് എന്തായാലും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ നമുക്കറിയാം കിലോമീറ്റർ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാ? 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. അതിനെങ്ങനെയല്ല 10⁻³ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ഒരു മീറ്ററിൽ തന്നു, അതിന് നമ്മൾ കിലോമീറ്ററിലേക്കാകുമ്പോൾ എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 2250 മീറ്റർ, 2250 മീറ്റർ എന്നുള്ളത് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, മീറ്റർ ടു കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 10⁻³ ആണ് വരും കേട്ടോ. ആ തന്ന സംഖ്യേന ഇൻറ്റു 10⁻³ അത് 3 ഡിജിറ്റ് ബാക്കോട്ട് നമ്മൾ ഇട്ടിട്ട് പോയിന്റ് ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? മീറ്ററിനെ നമുക്ക് കിലോമീറ്ററിലേക്കാകും. കിലോമീറ്ററിനെ മീറ്ററിലേക്കാക്കാൻ നമ്മൾ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ഓക്കെ, ഇനി അതേപോലെ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1/100 മീറ്റർ ആണ്. ഈസ് ഈക്വൽ ടു അതിന് നമുക്ക് എങ്ങനെയാണ്? 1/10 സ്ക്വയർ മീറ്റർ. അതിന് ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് 10⁻² മീറ്റർ. അതേപോലെ 1 മില്ലിമീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1/1000 മീറ്റർ. അതേപോലെ 1/10³ മീറ്റർ എന്ന് കിട്ടും. അതിന് മുകളിൽ കൊണ്ടുപോകുമ്പോൾ 10⁻³ മീറ്റർ എന്ന് വരും. ഇനി 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. 1 നാനോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁹ മീറ്റർ. അപ്പോൾ ഈ വാല്യൂ പഠിച്ചു വെക്കുക. സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻² മീറ്റർ. 1 millimeter is equal to 10⁻³ meter. 1 micrometer is equal to 10⁻⁶ meter. 1 millimeter is equal to 10⁻⁹ meter. ആ വാല്യൂസ് നമ്മൾ പഠിച്ചു നോക്കുക. ഇതേപോലെ ഗ്രാമിൻ, മില്ലിഗ്രാം, മാസിൻ്റെ ഒക്കെ യൂണിറ്റ് അടക്കുന്നത് എങ്ങനെയാണ്? ഗ്രാമിലാണ് അല്ലേ. അപ്പോൾ ഗ്രാമിനേക്കാളും വലിയ യൂണിറ്റാണ് ഇത്
കിലോഗ്രാം. ഗ്രാമിൻ്റെയൊക്കെ ചെറിയൊരു യൂണിറ്റ് ഏതാണ്? മില്ലിഗ്രാം. ഓക്കെ, അതും ഇതേപോലെ തന്നെ നമ്മൾ കൺവേർഷൻ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് റൈറ്റ് ഡൗൺ ദ ഫോളോയിങ് യൂണിറ്റ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂസ്. ഏതൊക്കെ തന്നിട്ടുണ്ട്? ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിൽ മില്ലിമീറ്റർ, നാനോമീറ്റർ, സെന്റിമീറ്റർ, മൈക്രോമീറ്റർ എന്ന താഴെ പറയുന്ന യൂണിറ്റുകൾ അവയുടെ മൂല്യങ്ങളുടെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് എന്ത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതില് നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻⁹ മീറ്റർ, അതായിരിക്കും ഏറ്റവും ചെറുത്. പിന്നെ ഏതാ വരുക? പിന്നെ മൈക്രോമീറ്റർ 10⁻⁻6 മീറ്റർ, പിന്നെ മില്ലിമീറ്റർ 10⁻⁻3 മീറ്റർ, പിന്നെയാണ് സെന്റിമീറ്റർ വരും 10⁻⁻2 മീറ്റർ. ആരോഹണക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിന്ന് വലുതിലേക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഏതായിരിക്കും വരിക? നാനോമീറ്റർ, പിന്നെ മൈക്രോമീറ്റർ, പിന്നെ മില്ലിമീറ്റർ, സെന്റിമീറ്റർ. ഓക്കെ, ഇങ്ങനെ അവർക്ക് ഓർഡർ വരിക. രണ്ടാമത്തതോ 1 മീറ്റർ, 1 സെന്റിമീറ്റർ, 1 കിലോമീറ്റർ, 1 മില്ലിമീറ്റർ. ഇതിലേതായിരിക്കും ഫസ്റ്റ് വരിക? നിങ്ങൾ ഉത്തരം കണ്ടെത്താതെ ഏതാണെന്ന്. അതിൽ ഏറ്റവും ചെറുത് ഏതാ വരുക? ഏറ്റവും 1 മില്ലിമീറ്റർ. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻3 മീറ്റർ. ഓക്കെ, അപ്പൊ ഇതിലേതാ ഫസ്റ്റ് ഏറ്റവും ചെറുത് വരുന്ന വാല്യൂ? 1 മില്ലിമീറ്റർ. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ പറയൂ? മില്ലിമീറ്റർ കഴിഞ്ഞാൽ അടുത്തത് 1 സെന്റിമീറ്റർ. ഓക്കെ, 10⁻⁻2 അല്ലേ? അങ്ങനെയല്ലേ വരുക? അപ്പൊ 1 സെന്റിമീറ്റർ. പിന്നെ വരുന്നത് 1 മീറ്റർ അല്ലേ? 1 മീറ്റർ. പിന്നെ വരുന്നതാണ് 1 കിലോമീറ്റർ. ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് കിലോമീറ്റർ, ഏറ്റവും ചെറുത് മില്ലിമീറ്റർ തന്നതിൽ. ഇപ്പൊ ചെറുതെന്ന് വലുതിലേക്ക് എഴുതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following units does not belong to the group kilogram, milligram, gram, meter? A option, A part, B part, meter, millimeter, kilometer, മില്ലിഗ്രാം. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ്? ഏത് യൂണിറ്റാണ് ഗ്രൂപ്പിൽ പെടാത്തത്? ഫസ്റ്റ് എ നോക്കാം. എയിൽ പെടാത്തത് ഏതാണ്? കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം, മില്ലിമീറ്റർ. ഇതിലേതായിരിക്കും? ഈ കിലോഗ്രാമും മില്ലിഗ്രാമും ഗ്രാമും എല്ലാം എന്തിൻ്റെയാണ്? നമ്മൾ മാസിന്റെ യൂണിറ്റ് ആണ്. ഗ്രാം അതിൽ ഗ്രാമിന്റെ വലിയ യൂണിറ്റ് ആണ് കിലോഗ്രാം, ചെറിയ യൂണിറ്റ് ആണ് മില്ലിഗ്രാം. പക്ഷെ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അതിൽ പെടാത്തത് ഏതാ? മില്ലിമീറ്റർ. ഓക്കെ, അപ്പൊ അതിൽ പെടാത്തത് ഇതാണ്, മില്ലിമീറ്റർ. രണ്ടാമത്തതോ മീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ, മില്ലിഗ്രാം. മീറ്ററും മില്ലിമീറ്ററും കിലോമീറ്റർ എല്ലാം എന്താ? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഇതിൽ പെടാത്ത ഏതാ? മില്ലിഗ്രാം, മാസിന്റെ യൂണിറ്റ്. ഓക്കെ, സ്മോളസ്റ്റ് ഗ്രാമിന്റെ ചെറിയ യൂണിറ്റ് ആണ് മില്ലിഗ്രാം. ഓക്കെ, അതിൽ പെടാത്തത് ഏത്? മില്ലിഗ്രാം. ഓക്കെ, ഇനി നമുക്ക് ഫണ്ടമെന്റൽ യൂണിറ്റ്സിനെ കുറിച്ച് പറയാം. രണ്ട് തരം യൂണിറ്റ്സ് ഉണ്ട്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. 7 യൂണിറ്റ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് തന്നെയാണ് ബേസ് SI യൂണിറ്റ്, ബേസിക് SI യൂണിറ്റ്സും പറയും. അത് ഏതൊക്കെയാണ് ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ SI യൂണിറ്റ്സ്? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, മോൾ, കെൽവിൻ, ആംപിയർ, കാൻഡ്ല. അപ്പൊ ഇത് എന്തിന്റെ പ്രോപ്പർട്ടി ഏതാണ്? മീറ്റർ എന്തിന്റെ ഇതാണ്? ലെങ്ത്തിന്റെ ഇതാണ്, യൂണിറ്റ് ആയിട്ടാണ് മീറ്റർ വരുന്നത്. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് മോൾ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ. ഇലക്ട്രിക് കറന്റ് ആംപിയർ. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡ്ല. അപ്പൊ 7 ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതൊക്കെയാ? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, മോൾ, കെൽവിൻ, ആംപിയർ, കാൻഡ്ല. ഓക്കെ, ഇനി ഈ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന യൂണിറ്റാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഏരിയ ഈസ് ഈക്വൽ ടു
ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ബ്രെഡ്ത്തിൻ്റെ യൂണിറ്റോ? ഇത് വീതിയുടെ നീളം, വീതിയുടെ യൂണിറ്റ് എന്താ? മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതുപോലെ നമുക്ക് കുറേ ക്വാണ്ടിറ്റീൻ്റെ ഡെൻസിറ്റി, അതുപോലെയുള്ള മാസ് ബൈ വോളിയം, അതുപോലെ ഉള്ള കുറേ ഇതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് യൂണിറ്റ് നമ്മൾ മനസ്സിലത് ഉറപ്പിച്ച് വെക്കണം. 7 ബേസിക് യൂണിറ്റ്സ്. ഇത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറേ ഓപ്ഷൻസ് വന്നിട്ട് ഇതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ കുറച്ച് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഉണ്ട് ഇതിൽ ഉൾപ്പെടാത്ത യൂണിറ്റ് ഏതാണ്, അങ്ങനെയൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം അതിൽ നിന്ന്. അപ്പോൾ യൂണിറ്റ്സ് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത്. നിങ്ങൾക്ക് ആദ്യം ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. എന്നിട്ട് ഞാൻ പറയുന്നത് കറക്റ്റാണോ നോക്കുക. നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന ഉത്തരം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്താ? ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ? ഫസ്റ്റ് അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എന്താ? മീറ്റർ. ഓക്കെ, രണ്ടാമത് ബേസിക് യൂണിറ്റ് ഓഫ് മാസ്. ഏതാ ബേസിക് യൂണിറ്റ് ഓഫ് മാസ്? കിലോ ലിറ്റർ ആണോ? അല്ല. കിലോഗ്രാം ആണോ? അല്ല. ഏതാ? കിലോഗ്രാം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിന്റെ ഡേഷ് എന്നത് അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. എന്താണ്? വ്യാപ്തമാണോ? ഓപ്ഷൻ ബി പിണ്ഡം. പിണ്ഡം എന്ന് വെച്ചാൽ മാസ്, അതാണോ? ഒരു പദാർത്ഥത്തിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്നത് അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ്. ഓക്കെ, അപ്പൊ ഏതാ ഉത്തരം വരുക? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, പിണ്ഡമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്. നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു 7 ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു, ബേസിക് യൂണിറ്റ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്. എന്താണ് ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് വരുന്നത്? എന്താ? എൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഓക്കെ, ആംപിയർ. നെക്സ്റ്റ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ഈസ് ഡാഷ് മോൾ ഓർ കാൻഡില. പദാർത്ഥത്തിന്റെ അളവിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? പദാർത്ഥത്തിന്റെ അടിസ്ഥാന മോൾ. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസിന്റെ യൂണിറ്റ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റിൽ പറയുന്നുണ്ട്. എന്താണ് അതിന്റെ ആൻസർ വരുന്നത്? അതിന്റെ ആൻസർ വരുന്നത് എ ആണ് കേട്ടോ, മോൾ. നെക്സ്റ്റ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി. ഏതാ? അത് പ്രകാശ തീവ്രത അടിസ്ഥാന യൂണിറ്റ്. ഏതാ? അത് ബി. ഓപ്ഷൻ ബി ആണ്, ക്യാൻഡിലയാണ്. ക്യാൻഡിലയാണ് ഇതിന്റെ അടിസ്ഥാന യൂണിറ്റ്. ഓക്കെ, അപ്പൊ ഇനി ദ ബേസിക് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ് കെൽവിൻ. ഓക്കെ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ബേസിക് യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഈസ് ഡാഷ്. ഏതാണ് ബലത്തിന്റെ അടിസ്ഥാന യൂണിറ്റ്? ഡാഷ് ആണ്. എന്താ? ഉത്തരം ന്യൂട്ടൺ ആണ്. ഓക്കെ, ന്യൂട്ടൺ. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ചാപ്റ്റർ ഫസ്റ്റ് പാർട്ട്, അതായത് ഫണ്ടമെന്റൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്നുള്ള ഭാഗത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നിവരെ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പിന്നെ ആ ചാപ്റ്റർ നമ്മൾ അവിടെ 2 1 ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.